ഹായ് ഫ്രണ്ട്സ്, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിലാണ്. ഇന്നലെ ഈ വീഡിയോ ഇവിടെ വെച്ചാണ് നമ്മൾ അവസാനിച്ചത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. കാരണം കുറച്ച് ലെങ്ത്തുണ്ട്, 30 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കാണാൻ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അത് 2 ഭാഗങ്ങളായിട്ട് ഇട്ടതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേമാതിരി ആ ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നമ്മൾ നന്ദി ബസാർ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. കാരണം റോഡ് നല്ല ഉയർച്ചയിലാണ് പോകുന്നത്. ഒരുപാട് അണ്ടർപാസും ഓവർപാസും ഒക്കെ ഉള്ളത് കൊണ്ട് അത്രയും ഹൈറ്റിലത് പൊന്തിച്ച് കൊണ്ടുവരണമല്ലോ. അപ്പം ഒരുപാട് മണ്ണ്, അതിൻ്റെ ലഭ്യത എല്ലാം വേണം ഇവിടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ചളി നല്ല ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ചില ഭാഗത്ത് നല്ല റോഡ് 6 വരി പാതയുടെ വർക്ക് കഴിഞ്ഞെങ്കിലും ചില ഭാഗത്ത് ഇപ്പോഴും അതിൻ്റെ തുടക്കം എന്ന നിലയിൽ തന്നെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. 11 കിലോമീറ്ററാണ് കൊയിലാണ്ടി ബൈപ്പാസ്. ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി ബസാർ വരെ ആണ് ഇതിൻ്റെ ഈ റോഡ് ബൈപ്പാസ് കടന്നു പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് 6 വരി പാതയുടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയലും ഇവിടെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ആറി പാനൽ ഇങ്ങനെ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നിങ്ങൾ ഫുൾ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ഈ റോഡ്. ജനവാസ ഒരു മേഖലയല്ല. ആൾക്കാരൊക്കെ വളരെ, വീടുകളും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ സ്ഥലത്ത് കൂടെയാണ് ഈ ഹൈവേ, ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. നിലവിലുള്ള ദേശീയപാതയിലെ കൊല്ലം കൊയിലാണ്ടി ആ ഭാഗത്തു കൂടെ പോയവർക്കറിയാം, നല്ല ബ്ലോക്കാണ് ആ ഭാഗത്തൊക്കെ അധിക സമയത്തുണ്ടാവുക. പൊതുവെ കോഴിക്കോട് നിന്ന് കണ്ണൂർക്ക് പോകുമ്പം ആ ബ്ലോക്ക് പെടാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ ഒരു വലിയൊരു ആശ്വാസം ഈ ബൈപ്പാസ് ഇവിടെ നിലവിൽ വന്നാൽ വലിയൊരു അനുഗ്രഹമാവും. ആറ് വരി പാതയുടെ വർക്ക് ഇവിടെ, സെൻട്രൽ ഡിവൈഡറിങ് വർക്കൊക്കെ, സൈഡിൽ കാഷ് ബാരിൻ്റെ വർക്ക്, അതൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വാഗാട് എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനി ആട്ടോ ഈ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയ ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് സോയിൽ നെയിലിംഗ് ചെയ്ത് അത് ബലപ്പെടുത്തിയിട്ടുണ്ട്. 2025 ഡിസംബറോട് കൂടി ഈ വർക്ക് പൂർത്തിയാകുമെന്നാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ ഏകദേശം ഇനി 1.5 വർഷം ഇനി നമ്മൾ കാത്തു നിൽക്കണം, എന്നാലും വേണ്ടിയില്ല. അടിപൊളിയാട്ടോ. ഇവിടെയൊക്കെ വർക്ക് ഏകദേശം 6 വരി പാതയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ഭാഗത്ത് കാണുന്നില്ല. ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് ഈ കാറ്, മോട്ടോർ ഡ്രൈവിങ് പഠിക്കുന്ന ബൈക്കിൻ്റെ പെണ്ണുങ്ങളും ആണ്, അവർക്കൊക്കെ പറ്റിയൊരു ഏരിയ ആയിട്ട് മാറിയപ്പോൾ അത്. വണ്ടി ഓടിച്ച് പഠിക്കാൻ, കാരണം തിരക്കില്ലല്ലോ, മറ്റു വാഹനങ്ങൾ ശല്യങ്ങളൊന്നുമില്ല, വണ്ടി ഓടിച്ച് പഠിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ട് മാറി. ഇവിടുന്ന് അങ്ങോട്ട് വയലാട്ടാണ്, 2 ഭാഗത്തും വയലായിട്ടാണ് കാണുന്നത്. വയലാണെന്ന് കരുതിയിട്ട് കൃഷിയും കാര്യങ്ങളൊന്നും വളരെ കുറവാണ്. വയലിൽ നമ്മൾ സാധാരണ നെല്ലൊക്കെയല്ല ഉണ്ടാവുക, ഇവിടെ ഒന്നും അത് കാണുന്നില്ല. വിജനമായ സ്ഥലം തന്നെ കേട്ടോ. എങ്ങനെ വന്നോളും വീടുകളും കാര്യങ്ങളും.
കടകളൊക്കെ വന്നോളും. ബൈപ്പാസ് വന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ ഈ ഭാഗത്ത് വരും. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ഈ അണ്ടർപാസ് ഇത് എവിടേക്ക് പോകുന്ന സ്ഥലമാണെന്നുള്ളത് ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. കാരണം ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഇവിടെ കിട്ടിയില്ല. ഇതാണ് ലാസ്റ്റ് അണ്ടർപാസ് ഈ ഹൈവേയിലെ ഈ ബൈപ്പാസിലെ. എനിക്ക് തോന്നുന്നു ഇതാണോ ഇനി കൊല്ലം കൊയിലാണ്ടി ബൈപ്പാസ് രണ്ടാമത് വന്ന് എന്നറിയില്ല കേട്ടോ. അണ്ടർപാസ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. നല്ല വെള്ളക്കെട്ടാണ് അണ്ടർപാസിൻ്റെ ചുവട്ടിൽ. ഇന്നലെ രാത്രി പെയ്ത മഴൻ്റെ വെള്ളമാണ് റോട്ടിൽ മുഴുവനും കാണുന്നത്. ഇവിടേക്ക് ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ള സ്ഥലമാട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് മണ്ണ് എടുത്ത് താഴ്ത്തി പോയ സ്ഥലമാണ്. ഈ ഭാഗത്തൊക്കെ ഇനി സോയിൽ ലെവലിംഗ് ചെയ്യാനുണ്ട്. കുറച്ച് ഉറപ്പുള്ള ഭാഗമായതുകൊണ്ട് ഇടിഞ്ഞു പോകുമെന്നുള്ളത് അത്ര കണ്ട് പേടിക്കാനില്ല. ഇവിടെ ഇവരിതിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇവിടെ നല്ല ഉയർന്ന സ്ഥലമായിരുന്നു. ഒരു മലൻ്റെ ഒരു ഭാഗം താഴ്ത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത്. മണ്ണെടുത്ത റോഡിന് വേണ്ടി മണ്ണെടുത്ത ഭാഗം തോന്നുന്നു. അവിടെയൊക്കെ മണ്ണ് ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്. കൽവട്ടറിൻ്റെ വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഈ റോഡിൻ്റെ വർക്ക് തുടങ്ങുന്ന സമയത്ത് അവർ ചെയ്ത ടാർപോളിൻ ഷീറ്റ് വിരിച്ചതായിരുന്നു ആ പച്ച കാണുന്നത്. സോയിൽ നെയിലിംഗ് ആ ഭാഗത്തും ചെയ്തിട്ടില്ല കേട്ടോ. മല പോലെ കൂട്ടിയിട്ടാണ് അവരെ മെറ്റീരിയൽ ഈ റോഡിന് ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും സജ്ജീകരണമൊക്കെ ചെയ്തിട്ടാണ് ഈ വാകാട് എന്ന ഈ കൺസ്ട്രക്ഷൻ കമ്പനി കുറച്ച് സ്പീഡിൽ തന്നെയാണ്. കാരണം ആ മൂരാട് പാലൊക്കെ ഇവർ ഓപ്പൺ ചെയ്ത് കൊടുത്തല്ലോ, ആ ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തു. അതൊക്കെ ഇവരാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ നല്ല വേഗത തന്നെ വർക്ക് നടന്നിട്ടുണ്ട്. ഇവിടെയാണ് ഈ വാകാടിൻ്റെ ഓഫീസും അവരെ യാർഡും കാര്യങ്ങളൊക്കെ ഉള്ളത്, ഗോഡൗണും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിലൂടെ നമ്മൾ ഇനി അങ്ങോട്ട് നന്ദി ബസാറിലേക്ക് കിടക്കുന്നത്. ഇവിടെ അവരെ ഗേറ്റൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ആ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന അതുമാതിരി ടാറി മിക്സിങ് ചെയ്യുന്ന എല്ലാ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അവരെ കമ്പനി വണ്ടികൾ. മഴ പെയ്തുകൊണ്ടായിരിക്കും വലിയൊരു വർക്കൊന്നും ഇപ്പം നടക്കുന്നില്ല. പക്ഷെ അതുപോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് അവരെ ഓഫീസ്. അത്യാവശ്യം വലിയൊരു യാർഡാട്ടോ.
അപ്പം മുന്നിൽ കാണുന്ന ആ സ്ഥലമാണ് നന്ദി ബസാർ. ഇവിടെയാണ് ഇത് അവസാനിക്കുന്നത് കേട്ടോ. നന്ദി ബസാറിലാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി ബസാറിലെ അവിടെ ഒരു അണ്ടർപാസ്സാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടർപാസിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള ഹൈവേ ആണ്. ഇവിടെ ചെന്നിട്ടാണ് ചേരുന്നത്. ഓക്കെ, ബൈ.